ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിലൂടെ നമ്മൾ ശ്രവിക്കുന്നത് ഒരു തകർന്ന വ്യക്തിയെ കാണുമ്പോൾ, ഒരു പ്രയാസത്തിലിരിക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ, ഒരു ദുഃഖത്തിലോ നിരാശയിലോ ഇരിക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മനസ്സെന്താണ്? കർത്താവ് എങ്ങനെയാണ് ആ വ്യക്തിയോട് ഇടപഴകുന്നത്? കർത്താവ് എങ്ങനെയാണ് ആ സംഭവത്തെ കാണുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. എങ്ങനെ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ നമ്മുടെ കർത്താവിൻ്റെ മനസ്സ് തയ്യാറാണ്? പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യരുടെ മേലും കർത്താവിൻ്റെ ആർദ്രതയാർന്ന ഹൃദയം, മനസ്സലിവുള്ള ഹൃദയം അനുഗ്രഹം ചൊരിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ ആ തിരുഹൃദയത്തെ മനസ്സിൽ ധ്യാനിച്ച് ആ തിരുഹൃദയത്തൊഴുകുന്ന സ്നേഹം, വാത്സല്യം, ആർദ്രത, മനസ്സലിവ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി കടന്നു വരാൻ വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ വചനം കേൾക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ട ജനത്തെ അവിടുന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. അവരുടെ രോഗങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, ദുഃഖദുരിതങ്ങൾ അകറ്റി ആശ്വാസവും വലിയ സന്തോഷവും വലിയ അനുഗ്രഹങ്ങളും ഈ ദൈവജനത്തിൻ്റെ മേൽ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. കർത്താവെ, അങ്ങയുടെ ആർദ്രതയുള്ള ഹൃദയം ഇവർക്ക് ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗാവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ, പാപത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ, പലവിധ ബന്ധനങ്ങളിൽപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ, നഷ്ടത്തിലും ദുഃഖത്തിലും ഇരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മനസ്സ് അലിയും. അതാണ് ദൈവം. നമ്മുടെ കർത്താവിൻ്റെ മനസ്സ് അലിയും, അത് ദൈവമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സലിയുന്നൊരു ദൈവം, മനസ്സലിവുള്ളൊരു ദൈവം, ആ കർത്താവ് നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകം അതിൻ്റെ 103-ാം അധ്യായം 8-ാമത്തെ വാക്യം, കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനം 103:8. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. ആരാണ് നമ്മുടെ ദൈവം? ആർദ്രഹൃദയനും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. ഇതാണ് നമ്മുടെ ദൈവം. സങ്കീർത്തകൻ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവ് ആർദ്രഹൃദയനാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ വളരെ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കുന്ന, ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കും നമ്മളെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന ഒരാളല്ല നമ്മുടെ ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അതാണ്. കർത്താവ് ആർദ്രഹൃദയനാണ്, കാരുണ്യവാനാണ്, സ്നേഹനിധിയാണ്, ക്ഷമാശീലനാണ്. അവിടുന്ന് മനുഷ്യമക്കളെ കഠിനമായി പീഡിപ്പിക്കുന്ന ഒരു ദൈവമല്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തെക്കുറിച്ച്, നമ്മുടെ കർത്താവിനെക്കുറിച്ച് പതിഞ്ഞു കിടക്കുന്ന നെഗറ്റീവായ ഒരുപാട് ചിത്രങ്ങൾ മാറിപ്പോണം, ഒരുപാട് ചിന്തകൾ മാറിപ്പോണം. അവിടുന്ന് നല്ലവനാണ്, അവിടുന്ന് ആർദ്രതയുള്ള ദൈവമാണ്, അവിടുന്ന് ക്ഷമാശീലനാണ്, അവിടുന്ന് കാരുണ്യവാനാണ്. ദൈവം നല്ലവനാണ് എന്ന് നീ ഏറ്റു പറയുമ്പോൾ ആ നന്മ അനുഭവിക്കാൻ നിനക്ക് പറ്റും. അവിടുന്ന് കരുണയുള്ളവനാണ് എന്ന് നീ ഏറ്റു പറയുമ്പോൾ ആ കരുണ അനുഭവിക്കാൻ നിനക്ക് പറ്റും. അവിടുന്ന് ആർദ്രതയുള്ള എൻ്റെ ദൈവമാണെന്ന് ഏറ്റു പറയുമ്പോൾ കർത്താവിൻ്റെ ആർദ്രത നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ്. അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? അവിടെ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യം ഇതാണ്. അതായത്, ഒരു വിധവ അവളുടെ ഏക മകൻ്റെ ശവടക്കിന് പോവുകയാണ്. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് ആ ശവമഞ്ചത്തിന് പിന്നാലെ നടക്കുകയാണ്. യേശുക്രിസ്തു ആ വഴിയെ വന്നു, നമ്മുടെ കർത്താവ് ആ വഴിയെ വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവളുടെ കണ്ണുനീര് നമ്മുടെ കർത്താവ് കണ്ടു, അവളുടെ വേദന നമ്മുടെ കർത്താവ് കണ്ടു, അവളുടെ പ്രശ്നം നമ്മുടെ കർത്താവിന് മനസ്സിലായി. നിങ്ങൾ ആ വചനഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം ഇതാണ്. അവിടെ ആരും യേശുക്രിസ്തുവിനോട് ഒരു റെക്കമെൻഡ് നടത്തുന്നില്ല. കർത്താവെ, അവളൊരു വിധവയാണ്, അവൾക്കുണ്ടായിരുന്ന ഏക ആശ്രയം ഒരു മകനാണ്, ആ മകനും മരിച്ചു, ആ മകൻ്റെ ശവടക്കാണ് മുമ്പിൽ പോകുന്നത്. കർത്താവെ, നീ ആ പ്രശ്നത്തിൽ നിന്ന് ഇടപെടണം എന്ന് അവിടെ ആരും
കർത്താവിനോട് ഒരു റെക്കമെൻഡ് നടത്തുന്നതായിട്ട് വിശുദ്ധ ബൈബിളിൽ നമ്മൾ ആ ഭാഗത്ത് കാണുന്നില്ല, മറ്റു പല ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ടായിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനം ഇങ്ങനെയാണ്. അതായത് ലൂക്കാ സുവിശേഷം 7:13, അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് ചെന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, സാരമില്ല, കരയണ്ട. പ്രൈസ് ദി ലോർഡ്. ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തു സ്പർശിക്കും. ആ വചനത്തിൻ്റെ മാധുര്യം നിങ്ങളുടെ ഹൃദയങ്ങളെ ഉന്മേഷമുള്ളതാക്കി മാറ്റും. എന്താണ് ആ പ്രശ്നത്തിലകപ്പെട്ട ആ അമ്മയോട്, ആ പാവപ്പെട്ട വീട്ടമ്മയോട്, ആ പാവപ്പെട്ട സ്ത്രീയോട് നമ്മുടെ കർത്താവ് പറഞ്ഞത്? സാരമില്ല, കരയണ്ട എന്ന് വെച്ചാൽ യേശുക്രിസ്തു ആ പ്രശ്നത്തിൻ്റെ മേൽ ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മനസ്സിൽ ആ മനസ്സലിവുള്ള ആ മനസ്സിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ വിധവയുടെ, ഈ പാവപ്പെട്ട വീട്ടമ്മയുടെ കണ്ണീരിൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ കർത്താവ് മനസ്സായിട്ടുണ്ട്. അതാണ് അവിടുത്തെ മനസ്സ്. എൻ്റെ സഹോദരങ്ങളെ, ആ വീട്ടമ്മയോട് യേശു പറഞ്ഞു, സാരമില്ല, കരയണ്ട. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവളുടെ പ്രയാസം മാറില്ല. അത് പരിഹരിക്കപ്പെടണം. അത് പരിഹരിക്കാൻ കഴിവുള്ളവനാണ് ആ വാക്കുച്ചരിച്ചത്. ഈ വചനം കേൾക്കുന്ന നിങ്ങളോടും യേശുക്രിസ്തുവിന് പറയാനൊരു വാക്കുണ്ട്, സാരമില്ല, കരയണ്ട. ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എത്ര വലുതായിക്കൊള്ളട്ടെ, എത്ര പ്രയാസമേറിയതായിക്കൊള്ളട്ടെ, എത്ര ബുദ്ധിമുട്ടുള്ളതായിക്കോട്ടെ, ഒരു മനുഷ്യനും പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിലാണ് നീ നിൽക്കുന്നെങ്കിലും നമ്മുടെ കർത്താവിന് നിന്നോട് പറയാനുള്ള, മനസ്സലിവുള്ള നമ്മുടെ ദൈവത്തിന് നിന്നോട് പറയാനുള്ള വാക്കിതാണ്, സാരമില്ല, കരയണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, യേശു ക്രിസ്തുവിൻ്റെ ഈ വാക്ക് കേൾക്കൂ, സാരമില്ല, കരയണ്ട എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നിന്റെ പ്രശ്നത്തിൻ്റെ മീതെ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. അല്ലാണ്ട് ഒരു ഭംഗി വാക്ക് യേശു പറയല്ല. ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ഭംഗി വാക്ക്, വെറുതെ ഒരു ഓഫർ കർത്താവ് തരികയല്ല. മറിച്ച് പറയുന്നവൻ അത്യുന്നതനാണ്, പറയുന്നവൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, ഒന്നും അസാധ്യമല്ലാത്തവനാണ്, എല്ലാം സാധ്യമായവനാണ്. എൻ്റെ സഹോദരങ്ങൾ, ആ വാക്കിൽ നമുക്ക് വിശ്വസിക്കാം. അതായത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം നിന്നോട് പറയാണ്, സാരമില്ല, നീ കരയണ്ട. ഈ വാക്ക് കേൾക്കുന്ന മകള്, ഒരു പ്രശ്നം നിൻ്റെ കൺമുമ്പിൽ നിന്ന് നീ അതിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? നീ ആ പ്രശ്നത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുകയാണോ? ഈ പ്രശ്നത്തെ ആർക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് നീ ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ? എങ്കിൽ ആ വിധവയോട് യേശു പറഞ്ഞ വാക്ക് ഇന്ന് നിന്നോട് അരുളി ചെയ്യാണ്, സാരമില്ല, കരയണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ വിശ്വാസത്തിൻ്റെ വചനമായി നിങ്ങൾ സ്വീകരിച്ചെടുക്കുക, സ്വന്തമാക്കിയെടുക്കുക. പ്രിയപ്പെട്ടവരെ, വരും കാലങ്ങളിൽ ആ പ്രശ്നത്തെ കർത്താവ് പരിഹരിക്കാൻ പോവാണ്. എന്താണ് ഈ വിധവയുടെ പ്രശ്നം? ആ വിധവയുടെ തൊട്ടു മുൻപിൽ ആ പ്രശ്നമുണ്ട്. അവളുടെ കണ്ണീരിന് കാരണമായ പ്രശ്നം ആ വിധവയുടെ തൊട്ടു മുമ്പിലുണ്ട്. അവൾ കരയുന്നതിൻ്റെ കാരണം, അവൾ വേദനിക്കുന്നതിൻ്റെ കാരണം, അവൾ ദുഃഖിക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ തൊട്ടു മുമ്പിലുണ്ട്. എന്താണത്? ആ വിധവയുടെ ഏകാശ്രയം. ആ വിധവ വലിയ പ്രത്യാശ അർപ്പിച്ചിരുന്ന വ്യക്തി, ഭർത്താവ് നേരത്തെ മരിച്ചു. ഇനി ആകപ്പാടെ പ്രത്യാശ ഉണ്ടായിരുന്നത്, ആകപ്പാടെ പ്രതീക്ഷ അർപ്പിച്ചത് ആ മകനിലാണ്. എൻ്റെ സഹോദരങ്ങളെ, ആകപ്പാടെ ഉണ്ടായിരുന്ന പ്രതീക്ഷ അതും നഷ്ടപ്പെട്ടു, അതും മരണം മൂലം വേർപെട്ടു. ഇനി അമ്മയ്ക്ക് ആശ്വസിക്കാൻ എന്താ ഉള്ളത്? ഇനി അമ്മയ്ക്ക് പ്രത്യാശിക്കാൻ എന്താ വകുപ്പുള്ളത്? എൻ്റെ സഹോദരങ്ങളെ, അവിടെ യേശുക്രിസ്തു ആ സ്ത്രീയോട് പറയാണ്, സാരമില്ല. അവൻ തൊട്ട് മുൻപോട്ട് വന്ന് ആ ശവമഞ്ചം വഹിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ അവരുടെ അരിയിലേക്ക് ചെന്ന് ആ ശവമഞ്ചത്തമ്മേൽ യേശു തൊട്ടു എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഈ വിധവ എന്ത് കാര്യം കൊണ്ടാണോ കരയുന്നത്, എന്ത് നഷ്ടമാണോ അവളുടെ കണ്ണീരിന് കാരണം, എന്ത് പ്രശ്നമാണോ അവളെ വേദനിപ്പിക്കുന്നത്, ആ പ്രശ്നത്തിൻ്റെ മേൽ യേശു ക്രിസ്തു തൊട്ടു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹേ മനുഷ്യ, ഇത് കേൾക്കുന്ന ദൈവജനമേ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വാഗ്ദാനം ഇതാണ്. ഒരു വാഗ്ദാനം ഇതാണ്. ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണോ, ഇന്ന് നിനക്ക് കണ്ണീരിന് കാരണമായ സംഗതി എന്താണോ, ഇന്ന് നിന്നെ വേദനിപ്പിക്കുന്ന പ്രശ്നം എന്താണോ, അത് രോഗമാണോ, ഒരു തകർച്ചയാണോ, ഒരു കടബാധ്യതയാണോ, ഒരു പ്രയാസമാണോ, ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു പാപക്കൂട്ടുകെട്ടാണോ, ആ പ്രശ്നത്തിൻ്റെ മേൽ യേശു ക്രിസ്തു തൊടാൻ പോവാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഈ കർത്താവിൻ്റെ വചനത്തിൽ ഉൾപ്പൊരുൾ നമ്മുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നീ ഒരുപാട് അധ്വാനിച്ചിട്ടും, നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും, നീ ഒരുപാട് പരിശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത, അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത ആ പ്രശ്നത്തെ കർത്താവ് തൊട്ടാൽ, ആ പ്രശ്നത്തിൻ്റെ മീതെ യേശു തൊട്ടാൽ, സർവശക്തൻ തൊട്ടാൽ പരിഹാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ആ വിധവയുടെ കണ്ണീരിന് കാരണം മകൻ്റെ മരണമാണ്. അതാണ് തൊട്ടു മുമ്പിൽ നാട്ടുകാർ വഹിച്ചുകൊണ്ട് പോകുന്നത്. ഒരുപക്ഷെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നാട്ടുകാരിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയായിരിക്കാം. എങ്കിലും നിങ്ങൾ ഭയപ്പെടരുത്. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം, യേശുക്രിസ്തുവിൻ്റെ ഒരു സ്പർശനം അതിന് പരിഹാരമായി തീരുകയാണ്. നോക്കൂ, ആ ശവമഞ്ചത്തിന്മേൽ തൊട്ടിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. യേശു ആ യുവാവിനോട് പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൽക്ഷണം അപ്പോൾ തന്നെ ആ ശവമഞ്ചത്തിന്മേൽ മരണപ്പെട്ട് കിടന്ന ആ യുവാവ് ഇതാ എഴുന്നേറ്റിരിക്കുന്നു. അത് വഹിച്ചിരുന്നവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് വഹിച്ചിരുന്നവർ അമ്പരന്നു പോയി. അവർ ഭയപ്പെട്ടു. അവരൊരു പക്ഷേ പെട്ടെന്ന് ശവപ്പെട്ടി താഴേക്ക് വെച്ച് കാണും. നോക്കൂ, ആ മരണം മൂലം വേർപെട്ടുപോയ ആ അമ്മയുടെ ഏക മകൻ്റെ ജീവൻ തിരിച്ചു വന്നു. ആ സമയം വരെയും അമ്മ എന്തിനെയോർത്ത് കരഞ്ഞുവോ, അമ്മ എന്തിനെയോർത്ത് നെടുവീർപ്പെട്ടുവോ, എന്തുമാത്രം നിരാശ അനുഭവിച്ചുവോ, അതെല്ലാം വലിയ അനുഗ്രഹമാക്കി നമ്മുടെ കർത്താവ് മാറ്റിക്കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സലിഞ്ഞ് ആ ദൈവത്തിൻ്റെ പ്രവൃത്തി, മനസ്സലിഞ്ഞ് ആ കർത്താവ് ചെയ്ത പ്രവൃത്തി നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ വേരുപാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അമ്മ കണ്ണീരൊഴുക്കിയത് ഈ ഒരു നഷ്ടത്തെ പ്രതിയല്ലേ? ആ അമ്മ ദുഃഖിച്ച് തളർന്ന് മനസാന്നിധ്യം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ പോലെ ആ സമാജത്തിൻ്റെ പിന്നാലെ പോയത് ഈ ഒറ്റ കാരണത്താലല്ലേ? എൻ്റെ പ്രതീക്ഷ പോയല്ലോ, എൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടല്ലോ. അതിനല്ലേ നമ്മളെ കർത്താവ് ഒരു പരിഹാരം കാണുന്നത്? ഹേ മനുഷ്യ, ഇത് കേൾക്കുന്ന ദൈവജനമേ, പ്രിയപ്പെട്ട സഹോദര, നിൻ്റെ ജീവിതാവസ്ഥയിലേക്ക് തിരിഞ്ഞു നോക്കൂ. നീ ഇന്ന് എന്തിനെ പ്രതിയാണ് വിലപിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വിധവയെ പോലെ. നീ എന്തിനെ പ്രതിയാണ് ഇന്ന് രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് നെടുവീർപ്പെടുന്നത്? ഈ വിധവയെ പോലെ. നിന്നെ വേദനിപ്പിക്കുന്ന പ്രശ്നം നിൻ്റെ കൺമുമ്പിലുണ്ടോ? ഈ വിധവയുടെ കൺമുമ്പിൽ അവളെ വേദനിപ്പിക്കുന്ന ആ ശവപ്പെട്ടി നിന്നതുപോലെ, ആ ശവമഞ്ചം നിന്നതുപോലെ, ജീവനറ്റ മൃതശരീരം അവളുടെ മുമ്പിൽ നിന്നതുപോലെ ഒരു പ്രശ്നം നിൻ്റെ കൺമുമ്പിലുണ്ടോ? ഒരു പ്രതിസന്ധി നീ ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ടോ? എങ്കിൽ നിരാശപ്പെടരുത്. നിൻ്റെ അവസ്ഥയിലേക്ക്, നിൻ്റെ ആ സാഹചര്യത്തിലേക്ക്, നീ ആയിരിക്കുന്ന ആ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലേക്ക് കടന്നു വരാൻ നമ്മുടെ കർത്താവിന് പറ്റും എന്ന് നീ മനസ്സിലാക്കണം, എന്ന് നീ വിശ്വസിക്കണം, എന്ന് നീ തിരിച്ചറിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിധവ അത്രേ സമയം വലിയ വിലാപത്തോടെ കരഞ്ഞു, മകൻ്റെ നഷ്ടത്തെ ഓർത്ത്, മകൻ നഷ്ടപ്പെട്ടതിനെ ഓർത്ത്. എന്നാൽ സ്വന്തം മകനെ യേശുക്രിസ്തു ഉയർപ്പിച്ച് അമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അമ്മയുടെ കണ്ണുനീര് വീണ്ടും താഴേക്ക് വീഴുകയാണ്. ഇപ്പോൾ അമ്മ കരയുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രിയപ്പെട്ടവരെ, ദൈവം ചെയ്ത മഹനീയ കാര്യങ്ങളെ പ്രതി, ദൈവം മനസ്സലിവോടെ ഒരു പാവപ്പെട്ട വീട്ടമ്മയ്ക്ക് വേണ്ടി ചെയ്ത മഹത്കരമായ ഒരു പ്രവൃത്തിയെ കണ്ടപ്പോൾ അമ്മയുടെ കണ്ണുനീര് വീണ്ടും ഇതാ താഴേക്ക് വീഴാൻ ആരംഭിച്ചു. അത് ദുഃഖത്തിൻ്റെ കണ്ണീരല്ല, ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടതിൽ ഉള്ള ആനന്ദമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആ മനസ്സലിവ്, ദൈവത്തിൻ്റെ ആ സ്നേഹം, ആ ആർദ്രത, ആ കാരുണ്യം ഈ സ്ത്രീക്ക് വലിയൊരനുഗ്രഹമായി തിരിച്ചു വന്നപ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ആ കരുതലിനെ പ്രതി ആ സ്ത്രീ വീണ്ടും വാവിട്ട് കരഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചന ശുശ്രൂഷ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ തന്നെ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മേൽ യേശുക്രിസ്തു തൊടാൻ പോവാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തെ കർത്താവിന് മുമ്പിലേക്ക് വെച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ കർത്താവ് വന്ന് ആ പ്രശ്നത്തെ തൊട്ട് കഴിഞ്ഞാൽ, ആ പ്രശ്നത്തിലേക്ക് യേശു തൊട്ട് കഴിഞ്ഞാൽ അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഒരു മാർഗമില്ലാത്തത്. നമ്മുടെ ചിന്തയിലാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരമില്ലാത്തത്. ഈ രോഗത്തിന്, ഈ പ്രതിസന്ധിക്ക്, ഈ കടബാധ്യതയ്ക്ക്, ഈ തകർച്ചയ്ക്ക്, ഈ പാപത്തിന് നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ ആലോചനയിൽ ഒരു പരിഹാരമില്ലായിരിക്കാം. എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല. ജെറമ്യ 32:27, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമാണോ? നീ ചിന്തിക്കുമ്പോൾ,
നീ ആലോചിക്കുമ്പോൾ ലോകത്തിൽ ഒരു മനുഷ്യർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയുടെ നടുവിലാണ് നിന്റെ ജീവിതം നിൽക്കുന്നത്. അത് സത്യവുമാണ്. എന്നാൽ ആ പ്രശ്നത്തിലേക്കല്ല നീ ചിന്തിക്കേണ്ടത്. അതിനെ പരിഹരിക്കാൻ കഴിവുള്ള, അതിനെ മാറ്റാൻ കഴിവുള്ള, അതിനെ ജീവിപ്പിക്കാൻ കഴിവുള്ള കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ട്, അതിന് പരിഹാരമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രമാത്രം മനസ്സലിവോടെ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം നമുക്ക് നൽകുന്ന അടുത്ത ബോധ്യം നമുക്ക് കേൾക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവിടെ ഒരു രാജാവിൻ്റെ ഭൃത്യൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്താണ് ആ പ്രശ്നം? എൻ്റെ സഹോദരങ്ങളെ, ഒരു രാജാവിന് ഒരു ഭൃത്യൻ 10,000 താലന്ത് കടപ്പെട്ടിരുന്നു. 10,000 താലന്ത് എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സംഖ്യയല്ല, വലിയൊരു സംഖ്യയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു താലന്ത് എന്ന് വെച്ചാൽ 34 കിലോയാണ്. കിലോ ഒരു 35 കൂട്ടു, ഏകദേശം ഒരു 35 കിലോ എന്ന് കൂട്ടുക. 10,000 ഇൻറ്റു 35 സമയം എത്രയാണ്? 3,50,000 കിലോ സ്വർണം അല്ലെങ്കിൽ വെള്ളി. അതൊരു രാജാവിന് ഒരു വ്യക്തി കൊടുക്കാനുണ്ട്. അത് കൊടുത്തു വിട്ടാൻ അവന് പറ്റുമോ? അവന് സാധ്യമല്ല. രാജാവ് പറഞ്ഞു, നീ അത് തന്നു വിട്ടുക. ഉടനെ ഈ മനുഷ്യൻ താണുവീണ് പറഞ്ഞു, യജമാനനെ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിർവാഹമില്ല. ഉടനെ രാജാവ് പറഞ്ഞു, നിന്റെ ഭാര്യയും മക്കളെ സാര സമ്പത്തും വിറ്റത് വീട്ടുക. ഉടനെ ഇവൻ കേണപേക്ഷിച്ചു. ബൈബിൾ പഠിപ്പിക്കുകയാണ്, ഈ ഭൃത്യൻ കേണപേക്ഷിച്ചു. ഉടനെ ബൈബിൾ 27-ാമത്തെ വാക്യം, മത്തായി 18:27. എന്താ വചനം പഠിപ്പിക്കുന്ന അറിയാമോ? ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണം. എന്താ വചനം പഠിപ്പിച്ചത്? ഈ രാജാവ് മനസ്സലിഞ്ഞ് അവൻ്റെ കടങ്ങൾ ഇളച്ചു കൊടുത്തു. ഇതാരാ പ്രിയപ്പെട്ട? ഒരു രാജാവിനെയാണോ ദൈവം ചിത്രീകരിക്കുന്നത്? നമ്മുടെ ദൈവത്തെ അല്ലേ ദൈവം ചിത്രീകരിക്കുന്നത്? അതായത് വലിയ ഭാരത്തോടെ, വലിയ കടബാധ്യത പേറിയിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് വീട്ടാൻ പറ്റുന്നില്ല, അദ്ദേഹം എത്ര പരിശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അവിടെ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ രാജാവ്, ഈ ദൈവം, ഈ കർത്താവ് മനസ്സലിഞ്ഞ് അവൻ്റെ കടങ്ങൾ ഇളച്ചു കൊടുത്തു. അത് പാപമാകട്ടെ സഹോദരങ്ങളെ, അല്ലെങ്കിൽ വേദനയാകട്ടെ, മറ്റെന്തുമാകട്ടെ, ദൈവം മനസ്സലിവോടെ അവൻ ഇളച്ചു കൊടുക്കുകയാണ്. ഈ രാജാവ് ആ ഭൃത്യന് ആ കടബാധ്യത മുഴുവനും ഇളച്ചു കൊടുക്കുകയാണ്. എത്ര ആർദ്രതയോടെയാണ് ദൈവം അത് ചെയ്തത്? ബൈബിൾ പഠിപ്പിക്കുകയാണ്, അവൻ്റെ മനസ്സ് അലിഞ്ഞു. ഈ ഭൃത്യൻ അവൻ്റെ ജീവിതത്തിലെ വേദനകൾ, അവൻ്റെ പ്രയാസങ്ങൾ, അവൻ്റെ നിസ്സഹായ അവസ്ഥ, അവന് പറ്റാത്ത കാര്യം വിളിച്ചങ്ങ് പറഞ്ഞപ്പോൾ, രാജാവേ, എനിക്ക് പറ്റില്ല, ഇത് വീട്ടാൻ എനിക്ക് ശേഷിയില്ല. അവൻ്റെ ഹൃദയത്തിൻ്റെ ആ ഭാരം, അവൻ്റെ അവസ്ഥ ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു വെച്ചപ്പോൾ ബൈബിൾ പഠിപ്പിക്കുകയാണ്, ആ രാജാവിൻ്റെ മനസ്സലിഞ്ഞു, നമ്മുടെ ദൈവത്തിൻ്റെ മനസ്സലിഞ്ഞു, നമ്മുടെ കർത്താവിൻ്റെ മനസ്സലിഞ്ഞു. അവിടുന്ന് ആ വലിയ കടം നമ്മുടെ കർത്താവ് വീട്ടിക്കൊടുക്കുകയാണ്, ഇളച്ചു കൊടുക്കുകയാണ്. മനസ്സലിവുള്ളൊരു ദൈവം, മനസ്സലിയുന്നൊരു ദൈവം. നമ്മുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ, നമ്മുടെ രോഗങ്ങൾ കാണുമ്പോൾ, നമ്മുടെ വേദനകൾ കാണുമ്പോൾ, നമ്മുടെ തകർച്ചകൾ കാണുമ്പോൾ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ, നമ്മൾ ഈ ഭൂമിയിൽ നട്ടം തിരിഞ്ഞ് നടക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിരാശപ്പെടരുത്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. നമ്മൾ ആരുമില്ല എന്നെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും പായരുത്. കർത്താവിലേക്ക് തിരിയണം. മനസ്സലിയുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് ഓർക്കണം. അവനെ ഓർത്ത് അവനിലേക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ചാൽ നിൻ്റെ പ്രശ്നത്തെ കർത്താവ് തൊടും. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. എന്താണ് മർക്കോസ് സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ ഇന്ന് വയ്ക്കുന്ന വചനം? എൻ്റെ സഹോദരങ്ങളെ, യേശുക്രിസ്തു ഇങ്ങനെ സുവിശേഷ വേലയൊക്കെ ചെയ്ത് പ്രസംഗം കഴിഞ്ഞ് അപ്പസ്തോലന്മാരും ശിഷ്യഗണവും എല്ലാം കൂടെ വലിയ ജനക്കൂട്ടത്തെയൊക്കെ സുവിശേഷം പഠിപ്പിച്ച് പ്രസംഗിച്ച് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈശോ അപ്പസ്തോലന്മാരോട് പറയാണ്, നമുക്ക് അല്പം വിശ്രമിക്കാം, അക്കരയ്ക്ക് പോകാം. കർത്താവ് പറയാണ് തൻ്റെ അപ്പസ്തോലന്മാരുടെ, കർത്താവിൻ്റെ ആ മനസ്സെന്ന് ഓർത്ത് നോക്കി, ഈ അപ്പസ്തോലന്മാർ മടുത്തിരിക്കുകയാണ്, ശിഷ്യന്മാരും മടുത്തിരിക്കുകയാണ്, അവർ പലവിധ ശുശ്രൂഷ ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. ഈശോയുടെ ആ മനസ്സ് നോക്കി ഈശോ പറയാണ്, നമുക്ക് അല്പം വിശ്രമിക്കാം, അക്കരയ്ക്ക് പോകാം. വിശ്രമിക്കാൻ പോകുന്ന കർത്താവ്. എൻ്റെ സഹോദരങ്ങൾ, ഇവർ വിശ്രമിക്കാനായിട്ട് അക്കരയ്ക്ക് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ജനക്കൂട്ടം എന്ത് ചെയ്തു? ജനക്കൂട്ടം പല വശത്തു നിന്ന് യേശുവിനെയും അപ്പസ്തോലന്മാരെയൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരവിടെ വിശ്രമിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് വലിയൊരു ജനക്കൂട്ടം യേശുവിനെ പ്രതീക്ഷിച്ച് അവിടെ എത്തി നിൽക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് അത്ഭുതം തോന്നും.
കർത്താവ് വിശ്രമിക്കാനാണ് തൻ്റെ ശിഷ്യഗണത്തെയും കൂട്ടി അപ്പസ്തോലന്മാരെയും കൂട്ടി അങ്ങോട്ട് ചെന്നത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ അവർക്ക് മുൻപേ വലിയൊരു ജനക്കൂട്ടം അവിടെ എത്തിയിട്ടുണ്ട്. ബൈബിൾ പഠിപ്പിക്കുകയാണ്, ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ കർത്താവിന് അവരോട് അനുകമ്പ തോന്നി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ ബൈബിൾ പഠിപ്പിക്കുന്നത്? എന്താ വചനം പഠിപ്പിക്കുന്നത്? വിശ്രമിക്കാൻ പോയ യേശുക്രിസ്തു അപ്പസ്തോലന്മാരും ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരുടെ ക്ഷീണം അവർ മറന്നു, അവരുടെ പ്രയാസം അവർ മറന്നു. അതൊരു കാര്യമായി അവരെടുത്തില്ല. ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മനസ്സലിഞ്ഞു, നമ്മുടെ കർത്താവിന് അവരോട് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ജനമേ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട്, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട്, ആരും താങ്ങാനില്ലാതെ സഹായിക്കാനില്ലാതെ നിസ്സഹായാവസ്ഥയിൽ പരിഭ്രാന്തരും നിസ്സഹായരുമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? അങ്ങനത്തെ ഒരാളാണോ നീ? എങ്കിൽ എന്താ കർത്താവിൻ്റെ വചനം ഇന്ന് നിനക്ക് പ്രത്യാശയോടെ നൽകുന്നത്? മകനെ, മകളെ, നീ നിരാശപ്പെടേണ്ട. നീ ആരുമില്ലാത്ത വ്യക്തിയല്ല. നീ ഈ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ട ഒരു ജീവിതമല്ല. നിനക്കൊരാളുണ്ട്, യേശുക്രിസ്തു. ആ ജനക്കൂട്ടത്തിൻ്റെ അവസ്ഥ യേശുവിന് മനസ്സിലായി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരുടെ മാനസികാവസ്ഥ, അവരുടെ ശാരീരികാവസ്ഥ, അവരുടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ഹല്ലേലൂയ. അവരെ കണ്ടപ്പോൾ നമ്മുടെ കർത്താവിന് അനുകമ്പ തോന്നി. അവർ ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. ആ ജനത്തിൻ്റെ കഷ്ടതയിൽ നമ്മുടെ കർത്താവിൻ്റെ മനസ്സ് പെട്ടെന്നലിഞ്ഞു. എന്ന് വെച്ചാൽ ഈശോ ക്ഷീണം മറന്നു. വിശ്രമിക്കാൻ പോയ കർത്താവ് അത് മറന്നുപോയി. ജനക്കൂട്ടത്തിൻ്റെ ആവശ്യത്തിലേക്ക് പിന്നെ ഇടപെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങളിതുപോലെ നിസ്സഹായരാണോ? ഇടയില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരാണോ? നയിക്കാൻ ആരുമില്ലാതെ, പറഞ്ഞു തരാൻ ആരുമില്ലാതെ, നേർവഴി കാട്ടാൻ ആരുമില്ലാതെ അന്ധതയിൽ, അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന ഒരു കൊച്ചു ജീവിതമാണോ നിൻ്റേത്? എങ്കിൽ ഈ വചനം നിനക്ക് നൽകുന്ന പ്രത്യാശ ഇതാണ്, നിനക്ക് നൽകുന്ന വാഗ്ദാനം ഇതാണ്. ഇടയനുണ്ട് നിനക്ക്, കർത്താവുണ്ട് നിനക്ക്. നിരാശപ്പെടരുത്, ദുഃഖിക്കരുത്. എൻ്റെ സഹോദരങ്ങളെ, ലൂക്കാ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായത്തിൽ ഇതേ വചനം നമ്മൾ കാണുന്നുണ്ട്. ഈ മനസ്സലിവിൻ്റെ വചനം എന്താണെന്നറിയാമോ? ധൂർത്തപുത്രൻ അവനെല്ലാം പിതാവിൽ നിന്ന് സ്വീകരിച്ച് ദൂരദേശത്തേക്ക് പോയി. എല്ലാം ദൂർത്തടിച്ച് സകലതും നശിപ്പിച്ച് അവൻ നിസ്സഹായനായി മടങ്ങി വന്നപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ലൂക്ക 15-ന്റെ 20-ാമത്തെ വാക്യം. ധൂർത്തപുത്രനെ ദൂരെ വെച്ച് ആ പിതാവ് കണ്ടു. ബൈബിൾ പഠിപ്പിക്കുകയാണ്, ആ പിതാവിൻ്റെ മനസ്സലിഞ്ഞു. അവൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ആ അപ്പനിൽ നിന്നെല്ലാം മേടിച്ച്, അപ്പനെയും എല്ലാം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയ മനുഷ്യൻ മടങ്ങി വന്നപ്പോൾ മനസ്സലിഞ്ഞൊരപ്പൻ ഓടിച്ചെന്ന് മനസ്സലിവോടെ കെട്ടിപ്പിടിച്ച് അവനെ സ്വന്തമാക്കുന്നൊരു പിതാവ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ മനസ്സ് അലിവുള്ളൊരു മനസ്സാണ്. അത് നമ്മുടെ പ്രശ്നത്തിൽ ഇടപെടാൻ സദാ വെമ്പൽ കൊള്ളുന്നൊരു മനസ്സാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ഈ ഒരു മനോഭാവം, കർത്താവിൻ്റെ മനസ്സിൻ്റെ ഈ ഒരു ചൈതന്യം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് നിൻ്റെ പ്രശ്നത്തിൽ യേശു ഇടപെടുകയാണ്. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ യേശു ഇടപെടുകയാണ്. ഇന്ന് നിൻ്റെ രോഗത്തിൽ യേശു സൗഖ്യമായി മാറുകയാണ്. നിൻ്റെ കടബാധ്യതയിൽ, നിൻ്റെ തകർച്ചയിൽ, നിൻ്റെ പാപാവസ്ഥയിൽ യേശു ക്രിസ്തു ഇടപെട്ട് നിന്നെ സ്വന്തമാക്കുന്നൊരു ദിവസം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത? മനസ്സലിവുള്ള ദൈവമാണ്. അതുകൊണ്ട് നീ എത്ര വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന വ്യക്തിയാണെങ്കിലും ആ മനസ്സിലുള്ള ദൈവം നിന്നെ ഇപ്പോൾ സുഖപ്പെടുത്തും. രോഗിയാണെങ്കിൽ പ്രാർത്ഥിക്കുക, പാപിയാണെങ്കിൽ പ്രാർത്ഥിക്കുക, തകർച്ചയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ ഈശോ നിന്നെ തൊടാൻ പോവാണ്. ആ വിധവയുടെ പ്രശ്നത്തിന് കാരണമായ ശവമഞ്ചത്തിൽ യേശു തൊട്ടതുപോലെ നിൻ്റെ പ്രശ്നത്തെ യേശു ഇപ്പോൾ തൊട്ട് സൗഖ്യം, വിടുതൽ, രക്ഷ നൽകുകയാണ്. പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ വചനം കേട്ട ദൈവജനത്തെ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ. വലിയൊരു സമാധാനത്തിലേക്ക്, വലിയൊരു സൗഖ്യത്തിലേക്ക്, വലിയൊരു രക്ഷയിലേക്ക്, വലിയൊരു വിടുതലിലേക്ക് ഈ ജനത്തെ അങ്ങ് നയിക്കണമേ. പിതാവായ ദൈവമേ, പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവർ അനുഗ്രഹം പ്രാപിക്കട്ടെ. ആമേൻ.